ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഒരു നോർമൽ ട്രിപ്പല്ല, ഒരു സ്പിരിച്വൽ ട്രിപ്പാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തുള്ള നെയ്യാർ വനമധ്യത്തിലുള്ള കന്നിത്തൂൺമൂട് കാലഭൈരവ ദേവസ്ഥാനം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്തിലൊരിക്കൽ മാത്രമേ ഈ അമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ. അത് ഈ ശിവരാത്രിയുടെ സമയത്താണ്. ഈ സ്ഥലമുണ്ടല്ലോ, ഏറെ മൂടാണ് ഞാൻ കാണിച്ചത്. നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ബസ് കയറി അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് നടന്ന് വേണം കയറാൻ. ഈ ഒരു ചെറിയ പാലം കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന മല കണ്ട, ഈ കാണുന്ന മലയുടെ മുകളിലാണ് ഈ അമ്പലം. കലക്കം വൈബാണ്ട് ഇവിടെ. ഈ നാടും ഇവിടുത്തെ നാട്ടുകാരും പൊളിയാണ്ട. എല്ലാവരും ഭയങ്കര വിശേഷം ചോദിക്കലും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. ആരതിയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് തന്നത്. സ്മരണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു എൻട്രി പാസ് ഉണ്ട്. പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞത് ഫോറസ്റ്റുകാർ ഈ ഉത്സവം നിർത്തലാക്കാനുള്ളൊരു പ്ലാനിലാണ്. കാരണം എല്ലാ വർഷവും ശിവരാത്രിക്ക് മാത്രമേ ഇങ്ങോട്ടുള്ള ട്രക്കിംഗ് ഉള്ളല്ലോ, ട്രക്കിംഗ് അല്ല, ഈ അമ്പലത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ. അപ്പോൾ ഫോറസ്റ്റുകാരത് നിർത്താനുള്ള പരിപാടിയാണ് എന്നിവിടുത്തെ ആൾക്കാർ പറഞ്ഞായിരുന്നു. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ എൻട്രി പാസ് വന്നിട്ടുണ്ട്. മുകളിലേക്ക് റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ വെള്ളം സപ്ലൈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പിന്നെ അമ്പലത്തിൽ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ കയറിയാൽ വൈകുന്നേരം ഇറങ്ങിയാൽ മതി. ശിവരാത്രിക്ക് നമ്മൾ രാത്രി ഉറക്കൊഴിച്ചിരിക്കലാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ എന്തായാലും അതിവിടെ ഉണ്ടാവില്ല. ഇവിടെ രാവിലെ നമ്മൾ കയറിയിട്ട് വൈകുന്നേരം ഇറങ്ങണം, 6 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ട്രക്കിംഗ് സ്പോട്ടാക്കി എടുക്കരുതാരും. പിന്നെന്താണ്, മേളിൽ സ്ത്രീകൾ പൊങ്കാലയൊക്കെ ഇടും. അത് കഴിഞ്ഞ് അവിടെ തന്നെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താഴത്ത് തന്നെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യരുത്, തീർത്ഥാടന കേന്ദ്രമായിട്ട് തന്നെ പറയണം എന്ന് പറഞ്ഞായിരുന്നു. കാരണം വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് ട്രക്കേഴ്സും നോർമലി ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊരു ട്രക്കിംഗ് സ്പോട്ടല്ല, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പോകുന്ന വഴി ഇതേപോലെ ചെറിയ ചെറിയ വീടുകളിലൊക്കെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അയ്യോ, ഇത് വളരെ നല്ലൊരു ആശ്വാസമാണ്. പൈനാപ്പിളുണ്ട്, വാട്ടർമെലനുണ്ട്, വെള്ളം മസ്റ്റ് ക്യാരി. ഞങ്ങൾ ഇപ്പോൾ ട്രക്ക് ചെയ്ത സമയം 10:30 പകുതി ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പകുതിയാ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10:30 ആയിട്ടുള്ളൂ. ഇപ്പോഴും സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ മടുത്ത്. ഇനി കേറുമ്പോ ഇനി 4-5 കിലോമീറ്റർ ഉണ്ടാവും. ഒന്ന് കാണിച്ചു കൊടുത്ത് എന്തോരം നടക്കണം. എന്താ മലമുകളിലേക്ക് എത്തുന്നത് അവിടെ. അതാണെങ്കിൽ ഉണങ്ങി വരണ്ടിരിക്കുന്നു. അത് ഇവിടെ അമ്പലത്തിലേക്കുള്ള പ്രവേശനം രാവിലെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പരമാവധി ആ സമയത്ത് തന്നെ കയറാൻ ശ്രമിക്കുക. നട്ടുച്ചക്ക് കയറിയാൽ അവിടെ എത്തുമ്പോൾ നങ്കുണങ്ങിയ പോലെ ഇരിക്കും. അതെ, പപ്പടം ഉണങ്ങിയ പോലെ ഇരിക്കും. പിന്നെ കിതച്ച് മതിയായിട്ട് കയറാം. അപ്പോൾ ഇനി വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ തീർച്ചയായിട്ടും 4 മണി 5 മണി സമയത്ത് കയറാൻ ശ്രമിക്കാം.
ചേച്ചി തീറ്റ തുടങ്ങി, പണി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് പൈനാപ്പിൾ കഴിഞ്ഞ് ഉപ്പും മുളക് ഇട്ട ചാമ്പയ്ക്ക, എനർജി ബൂസ്റ്റർ നടക്കുമ്പോൾ. അതെ അതെ, കഴിച്ചോ. നാടൻ കഴിക്കാൻ വേണ്ടി വന്നേക്കണം. ജോസ് കഴി. ആകെ ഒരു അപേക്ഷയുള്ളൂ തിന്നാൻ വേണ്ടി ട്രിപ്പ് വരുന്ന ആൾക്കാരോട്, ഇതുപോലെ വേസ്റ്റ് ഒന്നും ഇട്ട് വെക്കരുത്. ബി റെസ്പോൺസിബിൾ. നമ്മളുടെ വേസ്റ്റ് നമ്മൾ തന്നെ ക്യാരി ചെയ്യുക. ഇതിവളുടെ അല്ല, ഇതേപോലെ ആ അത് നിൻ്റെ അല്ല, അത് തന്നെ ഇതിങ്ങനെ ക്യാരി ചെയ്യണം. വാ പൊള്ളി. അങ്ങനെ ഏതാണ്ട് ഒരു 25% കവറായപ്പോഴേക്കും ഒരാൾ മരിച്ച്. മിണ്ടണില്ല. മനസ്സിൽ വിചാരിക്കും ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി, നിൻ്റെ ഐഡിയ എങ്ങനെ ആയിരുന്നെങ്കിലല്ല. അങ്ങനെ കുറേ അധികം റെസ്റ്റുകളും വെള്ളം കുടിയും ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ ഒരു സ്പോട്ടായ താനത്തൂന്നെത്തി. ഇനി നമ്മൾ ഈ വന്നതിൻ്റെ 2 മടങ്ങ് കൂടി കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. പറു എങ്ങനെയുണ്ട്? ഇത്ര നേരം മരിച്ചിരിക്കുന്നത്, ജീവനില്ലാണ്ടിരിക്കുന്നത് അടിപൊളി എന്നൊക്കെ ഒടുക്കത്തെ അഭിനയം. തിരിച്ചു പോവാന്ന് പറഞ്ഞതാ. അതെ, സമ്മതിച്ചില്ല. കഴിഞ്ഞിട്ടില്ല രാമൻകുട്ടി. വാ, ഇനി മേളിലേക്കുണ്ട്. പാലിക്കൽ ഇത്രയും ടഫ്നെസ് ഒന്നുമില്ല. പാലിക്കൽ ഈസ് ഈസി. ചെറിയൊരു റെസ്റ്റ് എടുത്തു. ഇവിടെ എന്തേ നെയ്യാർ ഡാമിൻ്റെ ചെറിയൊരു വ്യൂ കിട്ടോട്ടോ. ഇതിലെന്തോരം ക്ലിയർ ആണെന്നറിയില്ല, എങ്കിലും കൊള്ളാം. ഇപ്പോൾ വെയിലൊന്ന് ശമിച്ചിട്ടുണ്ട്, എങ്കിലും ചൂടിനൊട്ടൊരു കുറവില്ല. ഗൈസ്, ചാകാറായി ഗൈസ്. എനിക്കും ചിലത് പറയാനുണ്ട്. 1.5 കിലോമീറ്റർ ട്രക്കിംഗ് ഉള്ളെന്നും പറഞ്ഞ് ചതിച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 6 കിലോമീറ്റർ നടന്ന് ഇനിയും വേണ്ട കയറാൻ. കുത്തനെയുള്ള മലയാണ്. ചെറിയ സ്റ്റീപ്പൊന്നുമല്ല, നല്ല ഹാർഡ് ട്രക്കിംഗ് ആണ്. എന്നെ സംബന്ധിച്ച് ഒരു 10 സ്റ്റെപ്പ് എടുക്കുന്നു, കിതക്കുന്നു, വീണ്ടും ഒരു 10 സ്റ്റെപ്പ് എടുക്കുന്നു. ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു 150ാമത്തെ റെസ്റ്റ് ആയിരിക്കും. അതെ, ഒന്ന് കാണിച്ചു കൊടുത്തു എത്ര കുത്തനെയുള്ളതാണെന്ന്. കണ്ടാ മനസ്സിലാവോന്ന് അറിയില്ല. മനസ്സിലാവൂല, താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുത്തനെ. ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ ഇറങ്ങി വരുന്ന മിക്കവരും പറയണത്, ദൈവത്തെ ഓർത്ത് എൻട്രൻസ് കാണിച്ചിട്ട് പിന്നെ അമ്പലം കാണിക്കരുത്, ഈ കഷ്ടപ്പാട് എല്ലാവരും ഒന്ന് കാണിക്കണം. ഏതോ ഒരുത്തന് ഇവിടെ എൻട്രൻസും പിന്നെ അമ്പലവും കാണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട് ആ റീലും കണ്ട് വന്നവരാണ് ഒരു 90% ആൾക്കാർ. അവരൊക്കെ മരിച്ചാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുതിട്ടാണ് അപേക്ഷ പറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, വെറുത്താണെന്നാണ് പറയാം. സോ നമുക്ക് കയറി കഴിഞ്ഞിട്ട് കൊടുക്കാം. അതെ,
നമ്മളങ്ങനെ 4 മണിക്കൂർ നടന്ന് ഓൾമോസ്റ്റ് അമ്പലമെത്തിയേട്ടാ. പാട്ട് കേൾക്കാൻ തുടങ്ങി. ഇനി ഒരു 10-15 മിനിറ്റ് നടന്നാൽ എത്തും. We almost reached. ആദ്യത്തെ ഗണപതി വിഗ്രഹം കണ്ടു. ഒന്ന് ശരി. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ വെറുതെ അസാധ്യ വ്യൂ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓ, അവിടെയാണ് ടോപ്പ്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, വാവ്, നേച്ചർ ബ്യൂട്ടി, വാവ്, പൊളി. ശ്വാസം കിട്ടണില്ല എങ്കിലും ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്. വാവ്, ഒരാൾ നിരങ്ങി വരുന്നുണ്ട്. ഹൗ ഇസ് ദ വ്യൂ? ഫൈനലി വി റീച്ച് ടോപ്പ്. ഇവിടെ ഇപ്പോൾ അന്നദാനം നടക്കുകയാണ്. കുറച്ചും കൂടി ഒരു കയറ്റമുണ്ട് ആ ഭാഗത്തേക്ക്. അവിടെയാണ് അമ്പലമുള്ളത്. എനിക്ക് കുറേ വിശേഷം പറയാനുണ്ട്. അതിപ്പോൾ പറയണ്ട. ഈ ഒരു കയറ്റം കൂടി കയറിയാൽ നമ്മുടെ വർഷത്തിലൊരു പ്രാവശ്യം മാത്രം പ്രവേശനമുള്ള കാലഭൈരവൻ്റെ അമ്പലം ആ കാണുന്നതാണ്. വാവ്, ഞാറ്റിയപ്പോൾ തന്നെ പാട്ടൊക്കെ പോയല്ല. ഭക്തജനങ്ങളെയും ക്ഷേത്രനടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉടൻ തന്നെ കലശപൂജ ആരംഭിക്കുന്നതാണ്. കലശപൂജയിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. കലശപൂജ കഴിഞ്ഞാലുടൻ ദീപാരാധന പൊങ്കാല നിവേദ്യം ഉണ്ടായിരിക്കും. ഇതായിരുന്നു ആദ്യത്തെ കന്നിത്തൂൺമൂട് ദേവസ്ഥാനം. ഇവിടെ നിന്നാണ് അപ്പുറത്തേക്ക് ദേവസ്ഥാനം മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ മേളിലെത്തി. കാലഭൈരവൻ്റെ പൂജ നടക്കുന്നതോടെ
അയ്യോ, പിന്നെന്താണ് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞുള്ളൂ ഇദ്ദേഹത്തിൻ്റെ. പിന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു, അന്നൊക്കെ കളഞ്ഞു കിട്ടിയെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ കളഞ്ഞു കിട്ടിയതല്ല അല്ലേ, തപസ്സിരുന്ന് കിട്ടി. അയ്യോ, കാണാൻ വരുന്നു വൈഫ് ടു ബി. അടുത്ത് തന്നെ കല്യാണം ഉണ്ടാകും, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെന്താണ്, വരുന്ന വഴിയിൽ കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു, അത് ഇവള് പറയും. അതിന് മുന്നേ തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടതായിരുന്നു. വരുന്ന വഴി കുറെ രുദ്രാക്ഷം കിട്ടി. രുദ്രാക്ഷം കിട്ടി കുറെ. തോല് പോയ രുദ്രാക്ഷാണ്, ബട്ട് സ്റ്റിൽ ക്ലീൻ ചെയ്ത് കിട്ടിയാൽ ഒരെണ്ണെങ്കിലും കിട്ടുമായിരിക്കും. അതായത് കാണാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ, കാണാൻ പറ്റുമായിരിക്കും. പിന്നെ എന്താ, കയറി വരുമ്പോൾ കുറെ നല്ല മനുഷ്യരെ കണ്ടു. അതെ, അവർ ഓരോരുത്തരും ചിലപ്പോൾ 10-15 മിനിറ്റ് കൂടുതലുണ്ടാവും, പക്ഷെ ഒരു 10 മിനിറ്റ് ഉള്ളൂ, 10 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു മോട്ടിവേഷൻ. അതെ, കുറെ പേര് ഇങ്ങനെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനം, കാരണം അത്രയും കഷ്ടപ്പെട്ട് കുത്തനുള്ള മല കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവരിങ്ങനെ പറയുമ്പോൾ സമാധാനം, നല്ല മനുഷ്യരെ കണ്ടുമുട്ടി, അതൊക്കെ തന്നെ. പിന്നെന്താണ്, മുകളിൽ വന്നിരുന്നിട്ട് ചൂടുണ്ട് എങ്കിലും ഉണ്ടല്ലോ, ഈ വ്യൂവും ഈ മണിയുടെ ശബ്ദവും ചെറിയ കാറ്റും ഭയങ്കര സമാധാനം. നല്ല മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ട്, മുട്ടിൻ്റെ വേദന ഉണ്ട്, ലിഗ്മെൻറ്റിൻ്റെ. എങ്കിലും ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല കയറിയപ്പോൾ. ഇവിടെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ശാന്തി പിടിച്ചിരിക്കുന്ന കുറേ മനുഷ്യരെ കാണാൻ പറ്റും, ഒറ്റയ്ക്ക്. അത് അപ്പോൾ അവിടെ കലശം ആരംഭിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ അമ്മമാരുടെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു. ഇത് പൊങ്കാലിട്ട് കഴിഞ്ഞു, ഇനി അത് നേദിക്കാൻ പോവാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ വിശന്ന് വലഞ്ഞ് അന്നദാനം കഴിക്കുന്നു. കഞ്ഞി, പപ്പടം, ഒരു കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു, കുറച്ച് സാമ്പാർ. എങ്ങനെയുണ്ട്? ഓളി. ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒന്നോ ഒറ്റ ഓട്ടോടാന്ന് പറഞ്ഞു ഇവിടെ നിന്ന്. അത്രയ്ക്ക് വേണം. വന്നപ്പോ തന്നെ നല്ല മലയിലെ വെള്ളമാണോ അങ്ങനെന്തോ? മലയിലെ വെള്ളമല്ല, മലവെള്ളം. മീൻസ് മലയിൽ മാത്രം കിട്ടുന്ന വെള്ളം, അതാണ് ഉദ്ദേശിച്ചത്. മലവെള്ളം നല്ല തണുത്ത വെള്ളം കിട്ടി അല്ലേ, അതാണ് ആദ്യം കപ്പ് കുടിച്ചത്. ഓക്കെ, അപ്പൊ എൻജോയ് യുവർ മീൽ. താങ്ക് യു. ഇപ്പോഴും അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 300-400 കിലോ അരിയോളം ഇപ്പോൾ ചിലവായി എന്നാണ് പറയുന്നത്. മീൻസ് ഉണ്ടാക്കി എല്ലാവർക്കും അന്നദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ പേർക്ക് കിട്ടാതെ, എന്ന് വെച്ചാൽ കിട്ടാണ്ടായപ്പോഴേക്കും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ഒരു അമ്മയുണ്ടല്ലോ, തലയിൽ നീല ടവൽ കെട്ടിയിട്ടുള്ള ആ അമ്മ വീണ്ടും മാറി ഇവിടെ ഉണ്ടാക്കി കിട്ടാത്തവർക്ക് വീണ്ടും വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. എന്താ പറയുക, റെസ്റ്റ് പോലും എടുക്കാതെ. എനിക്ക് അത്ഭുതം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നടന്നു കയറാൻ കഷ്ടപ്പെട്ട മല ഈ പാത്രങ്ങളൊക്കെ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി ഇത്രയും ജനങ്ങൾക്കത് വിളമ്പുക, അതും സന്തോഷത്തോടെ വീണ്ടും ചോദിച്ച് വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്, മനസ്സിങ്ങനെ നിറയും. വയറ് നിറയുന്നതിനേക്കാളധികം മനസ്സാണ് നിറയുന്നത്. ഇപ്പോൾ ഈ യൂണിഫോം ഇട്ട് ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയായിരുന്നു വിളമ്പാനും ഉണ്ടാക്കാനും എല്ലാത്തിനും നേതൃത്വം നൽകിയിരുന്നത്. ഈ അമ്മ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അമ്മയോട്. അമ്മയോട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടായിരുന്നു, തീരുമ്പോൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്ന്? അമ്മയുടെ പേരെന്താ? എന്റെ പേര് പുഷ്പകുമാരി. പുഷ്പകുമാരി. എവിടെ വീട്? കുന്നത്തുമലയില്. ഇതിന്റെ അടുത്ത മലയിലാണോ വീട്? അവിടെ മലയൊന്നുമില്ല, ഈ മല കഴിഞ്ഞ് ഇറക്കത്തിന്റെ അവിടെയാണ് വീടല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ശിവരാത്രി ഉത്സവം നിങ്ങൾ തന്നെ നടത്തുന്നത്? അന്നദാനമൊക്കെ നടത്തുന്നത് അങ്ങനെയല്ല, നമ്മളെ നാട്ടിലല്ല. ഇതെല്ലാം അന്നദാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ സംഭാവനയാണ്. ഓക്കെ. അരി കറികളെല്ലാം ഓരോരുത്തർ എടുത്ത് തറയാണ്.
ആ അതാണ് സദ്യ കൊടുക്കണേ. അപ്പോൾ ഈ വർഷമാണ് ഞങ്ങൾ കഞ്ഞി കൊടുത്തത്, അല്ലെങ്കിൽ ചോറാണ്. ഓ 2-3 കൂട്ടം കറിയും ചോറൊക്കെയാണ് കൊടുക്കുന്നത്. ഓ ഇത് എങ്ങനെ ഈ പാത്രമൊക്കെ മുകളിൽ കൊണ്ടുവന്നു? എല്ലാവരും 2 മാസം കൊണ്ട് ഇവിടുത്തെ ജോലി തന്നെ. ഓ 2 മാസം മുന്നേ തുടങ്ങുമല്ലോ ഇവിടുത്തെ പണിയൊക്കെ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പം എന്തായാലും ഞാൻ കണ്ടിരുന്നു മാറിയിരുന്നു. എന്ന് വെച്ചാൽ തിരുമ്പ് ഇങ്ങനെ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് കിഴങ്ങ് വെച്ചത് കിഴങ്ങപ്പം തീർന്നു. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് വരിക മല കയറുന്നത്? ഇതൊക്കെ ഉണ്ടാക്കാനും പ്രിപ്പറേഷനൊക്കെ? ഞാൻ ഇന്ന് ഈ വർഷം തന്നെ ഇങ്ങനെ എന്ത് കൊട്ടാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെ വരണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം വന്ന് പൊങ്കാലയൊക്കെ ഇട്ട്. ഓക്കെ. അപ്പം ഞാൻ ഈ വർഷം വന്ന് പൊങ്കാലയൊന്നും ഇടാൻ നിന്നില്ല. ഞാൻ രാവിലെ എനിക്ക് വരണമെന്ന് തോന്നി. ഞാൻ രാവിലെ തനിച്ച് തന്നെ അങ്ങ് വീട്ടിൽ നിന്ന് വന്ന്. അപ്പം നമുക്ക് വരണ വഴിക്ക് ആനക്കൊക്കെ പേടിക്കണം. എനിക്കതൊരു പേടിയൊന്നുമില്ല. വന്നപ്പം പിന്നെ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ. ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? തീർച്ചയായും. അയ്യോ കൊടുക്കണ്ടേ, അത് ഈ ചൂടത്ത്. എന്തായാലും ഭയങ്കര സന്തോഷം. പൊന്നു ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ഇത്രയും ജനങ്ങൾക്ക് ഉള്ള ഭക്ഷണത്തിന് സമയത്തിന് കൊടുക്കാൻ. തീർച്ചയായും. ഓക്കെ അമ്മ. ഇത്രയും ചെയ്യാം, ഇത്രയും ഭഗവാന്റെ നടയിൽ വെച്ച് ഇത്രയും ജനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സന്തോഷമാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും എന്റെ ഭർത്താവും ഭഗവാന്റെ നടയിൽ തന്നെ ഞാൻ ഇരിക്കണം. എനിക്കൊരു കുഴപ്പമില്ല, ദൈവത്തിന്റെ കാരണം കൊണ്ട്. ആക്ച്വലി ഈ അമ്മയുടെ വീട് എന്ന് പറഞ്ഞാല് 3 പാറയ്ക്ക് അപ്പുറം എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഈ അമ്മ 15 മിനിറ്റ് കൊണ്ടാണ് വന്നത്. അപ്പൊ എങ്ങനെ വന്നെന്ന് വെച്ചാല് ഇരുന്നിരുന്ന് വരുവാണെങ്കിൽ ഓക്കെ 1 മണിക്കൂർ എടുക്കും. ഇല്ലെങ്കിൽ ഇരിക്കാതെ വന്നോണ്ട് 15 മിനിറ്റ്. എനിക്ക് കണക്കൂട്ടിൽ കേട്ടിട്ട് നമ്മൾ 2 മണിക്കൂർ നടക്കുന്നതായിരിക്കാം അവർ 1 മണിക്കൂർ എന്ന് പറഞ്ഞതും അമ്മ 15 മിനിറ്റ് കൊണ്ട് എത്തിയതും. എന്തായാലും അടിപൊളി. ഞങ്ങൾ ഈ വന്ന വഴിയില്ലേ, ഈ വന്ന വഴി. അപ്പൊ ഇത് എത്ര മണിക്കൂർ കൊണ്ട് എടുക്കും? ഞങ്ങള് 4 മണിക്കൂർ എന്തോ എടുത്തതാണ്, 2.5 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറഞ്ഞത്. നമുക്ക് ഇത്രയും ദൂരമല്ല ഇത്. ഓ ഓക്കെ, ശരി ശരി. ഇത് ഭയങ്കര ചുറ്റാണ്. അതെ, ഈ ചക്കപ്പാറ ചെന്നിട്ട് നമുക്ക് എന്ത് ഇറങ്ങി എന്ത് ദൂരം പോകണം. ഓക്കെ ഓക്കെ. ഇങ്ങനെ ഇറങ്ങാൻ പറ്റും നമുക്ക്? ഇങ്ങനെ ഇറങ്ങി പോകാം. ആണോ? നമുക്കും ഇങ്ങനെ ഇറങ്ങാമോ? ഓക്കെ അമ്മ, ഇപ്പൊ കണ്ടതിൽ സന്തോഷം. ഇത് പുഷ്പകുമാരി അമ്മ. ഓക്കെ, ഇത് വിശ്വംഭരൻ പുഷ്പകുമാരി അമ്മയുടെ ചേട്ടനാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വർഷം വരാൻ യോഗം ഉണ്ടെങ്കിൽ കാണാം. ഉണ്ട് ഭഗവാന്റെ നടയിൽ ഇനിയും വരണം, ഒരു കുഞ്ഞാവേനെയും കൊണ്ട് വരണം. തീർച്ചയായും. ഓക്കെ, ശരി അമ്മ. അങ്ങനെ നമ്മൾ കന്നിത്തൂൺമൂടിൽ നിന്നും കാലഭൈരവൻ്റെ ദേവസ്ഥാനത്ത് നിന്നും നമ്മൾ ഇറങ്ങുകയാണ് പയ്യെ. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഓം നമഃ ശിവായ. പിന്നെ കന്നിത്തൂൺമൂട് കാലഭൈരവ ദേവസ്ഥാനത്ത് നിന്ന് താഴത്തേക്ക് ഇറങ്ങുന്നത് വേറെ വഴിയാണ്. ആ വഴി കാണിച്ചു തരാം.